ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന ഓവർസിയർ ഗ്രേഡ് 1 എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയുടെ സീരീസിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ അടുത്ത് നടന്ന 2020 നടന്നിട്ടുള്ള ഓവർസിയർ ഗ്രേഡ് 1 ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 ഹാർബർ എഞ്ചിനീയറിംഗിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് ആക്ച്വലി ഒരു മിക്സ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നുവെങ്കിലും ഇതിൽ കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത് ഓവർസിയർ ഗ്രേഡ് 1ന്റെ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് ഇത് ഗ്രേഡ് 1ൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ആ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനിലോട്ട് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനലിൽ ജോയിൻ ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സാനിറ്ററി എഞ്ചിനീയറിംഗുമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ടറിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫോർ പോർട്ടബിൾ വാട്ടർ ദ എമൗണ്ട് ഓഫ് ക്ലോറൈഡ് ഷുഡ് നോട്ട് എക്സീഡ്. പോർട്ടബിൾ വാട്ടറിൽ കുടിക്കാൻ പറ്റുന്ന വെള്ളത്തിൽ എത്രയാണ് ക്ലോറൈഡിന്റെ കണ്ടന്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ എത്രയിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് ചോദ്യം. അക്കോർഡിംഗ് ടു ദ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരം 250 ppm ക്ലോറൈഡ് കണ്ടന്റ് പോർട്ടബിൾ വാട്ടറിൽ ഇൻക്രീസ് ചെയ്യാൻ പാടില്ല. പോർട്ടബിൾ വാട്ടറിൽ അല്ലെങ്കിൽ വാട്ടറിൽ തന്നെ ക്ലോറൈഡിന്റെ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ 250 മുകളിൽ കൂടിക്കഴിഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സീവേജ് കാരണമുള്ള പൊല്യൂഷനെയാണ് സൂചിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ പോർട്ടബിൾ വാട്ടറിൽ 250 ppm മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. സൾഫേറ്റ്സും എന്ത് ചെയ്യാൻ പാടില്ല, 250 ppm കൂടാൻ പാടില്ല. ഈ ppm എന്നുള്ളത് ചിലപ്പോൾ മില്ലിഗ്രാം പെർ ലിറ്റർ എന്ന് തരാം. രണ്ടും സെയിം തന്നെയാണ്. ppm എന്ന് പറഞ്ഞാൽ പാർട്സ് പെർ മില്യൺ ആണ്, മറ്റേത് മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. സൾഫേറ്റ്സും എന്താ ചെയ്യാൻ പാടില്ല, 250 മില്ലിഗ്രാം പെർ ലിറ്ററിനേക്കാൾ കൂടാൻ പാടില്ല. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ക്ലോറൈഡ് ആണെങ്കിലും സൾഫേറ്റ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ എന്താണ്, കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളുടെ വാട്ടറിൻ്റെ. ഇതേപോലെ ഇവിടെ കാണാം ഫ്ലൂറൈഡിന്റെ ലിമിറ്റ് എത്രയാണ്, 1 to 1.5 ആണ്. 1.5 എന്ത് ചെയ്യാൻ പാടില്ല, ഇൻക്രീസ് ചെയ്യാൻ പാടില്ല. 1 ആണ് മാക്സിമം. ഇനി പെർമിസിബിൾ വേറെ ആൾട്ടർനേറ്റ് സോഴ്സ് ഇല്ലെങ്കിൽ 1.5 വരെ ഫ്ലൂറൈഡ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്ടർ ഉപയോഗിക്കാൻ പറ്റും. അതാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരം. ബാക്കിയുള്ളത് നമ്മൾ റെസിഡ്വൽ ക്ലോറിൻ കൊടുത്തിട്ടുണ്ട് 0.2 to 1 എന്നുള്ളത്. അയേൺ 0.3 ppm ആണ് മാക്സിമം. മാംഗനീസിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0.05 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്, അല്ലെങ്കിൽ 0.05 ppm ആണ് മാക്സിമം. അതേപോലെ തന്നെ കോപ്പർ ആണെന്നുണ്ടെങ്കിൽ 1 to 3 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ് അതിന്റെ പെർമിസിബിൾ ലിമിറ്റ്. അപ്പോൾ നമ്മളുടെ പോർട്ടബിൾ വാട്ടർ എടുക്കുകയാണെങ്കിൽ അതിലുണ്ടാവേണ്ട കെമിക്കൽ കണ്ടന്റുകളുടെ എല്ലാം ലിമിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട്. അത് പ്രകാരമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, വെള്ളത്തിന്റെ കെമിക്കൽ കണ്ടന്റ് ഉണ്ടാവേണ്ടത്. അത് മാത്രമേ പോർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ തിയറിറ്റിക്കൽ ടൈം ടേക്കൺ ബൈ എ പാർട്ടിക്കിൾ ഓഫ് വാട്ടർ ടു പാസ് ബിറ്റ്വീൻ ദ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് എ സെറ്റിലിംഗ് ടാങ്ക് ഈസ് നോൺ ആസ്. ഒരു സെറ്റിലിംഗ് ടാങ്കിന്റെ എൻട്രിയിൽ നിന്ന് എക്സിറ്റിലേക്ക് ഒരു വാട്ടറിന്റെ പാർട്ടിക്കിള് പാസ് ചെയ്യുന്ന ആ സമയത്തിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ ഡിറ്റൻഷൻ ടൈം എന്ന് പറയുന്നത്. എന്താണ് ഡിറ്റൻഷൻ പീരീഡ്? ഡിറ്റൻഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റൻഷൻ ടാങ്കിൽ അല്ലെങ്കിൽ സെഡിമെന്റേഷൻ ടാങ്കിൽ അല്ലെങ്കിൽ സെറ്റിലിംഗ് ടാങ്കിൽ നമ്മൾ സസ്പെൻഡഡ് പാർട്ടിക്കിൾസിനെ സെറ്റിൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വെള്ളത്തിനെ ഈ സെറ്റിലിംഗ് ടാങ്കിലൂടെ അല്ലെങ്കിൽ സെഡിമെന്റേഷൻ ടാങ്കിലൂടെ പാസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പാസ് ചെയ്ത് വിടുമ്പോൾ അതിന്റെ എൻട്രി മുതൽ ഒരു പാർട്ടിക്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ എൻട്രി മുതൽ എക്സിറ്റ് വരെ അതെടുക്കുന്ന ആ സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിറ്റൻഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഈ ഡിറ്റൻഷൻ പീരീഡ് ഒരു പ്ലെയിൻ സെഡിമെന്റേഷൻ ആണെങ്കിൽ ഏകദേശം 4 മുതൽ 8 മണിക്കൂർ വരെയാണ് എന്ത് ചെയ്യുക, ഡിറ്റൻഷൻ പീരീഡ് ഉണ്ടാവുക. അപ്പോൾ അത്രയും സമയത്തിനുള്ളിൽ എന്ത് ചെയ്യും, പാർട്ടിക്കിൾസിനെ സെറ്റിൽ ചെയ്യിപ്പിച്ച് അതിൻ്റെ അടിഭാഗത്ത് എന്ത് ചെയ്യും, ആ എല്ലാ പാർട്ടിക്കിൾസിനെയും സെഡിമെന്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തിനെയാണ് നമ്മൾ ഡിറ്റൻഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വാൽവ് ഈസ് ആൻ ഓട്ടോമാറ്റിക് ഡിവൈസ് വിച്ച് അലൗസ് വാട്ടർ ടു ഗോ ഇൻ വൺ ഡയറക്ഷൻ ഓൺലി. ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ഫ്ലോ അനുവദിക്കുന്ന ഒരു വാൽവിനെ എന്താണ് പറയുക എന്നുള്ളതാണ് ചോദ്യം. ഇതിനെയാണ് നമ്മൾ റിഫ്ലക്സ് വാൽവ് എന്ന് പറയുന്നത്. അപ്പോൾ റിഫ്ലക്സ് വാൽവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡയറക്ഷനിലേക്ക് മാത്രം വെള്ളത്തിന്റെ അല്ലെങ്കിൽ ഫ്ലൂയിഡിനെ അലൗ ചെയ്യുന്ന ടൈപ്പ് ഓഫ് വാൽവുകളെയാണ് നമ്മൾ റിഫ്ലക്സ് വാൽവ് എന്ന് പറയുന്നത്. റിഫ്ലക്സ് വാൽവ് എന്നുള്ള പേര് വരാനുള്ള കാരണം അത് തന്നെയാണ്. തിരിച്ച് ആ വെള്ളം റിട്ടേൺ ആയിട്ട് ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആ വാൽവ് അടയുകയും വെള്ളത്തിനെ അവിടെ തടഞ്ഞു വെക്കുകയും ചെയ്യും. സോ അതുകൊണ്ടാണ് അതിന് റിഫ്ലക്സ് വാൽവ് എന്ന് പറയുന്നത്.
ഇനി വാട്ട് ഈസ് റിലീഫ് വാൽവ്? റിലീഫ് വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറോ അല്ലെ പ്രഷറോ എന്തെങ്കിലുമൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടി അല്ലെ വാട്ടറിനെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കൂടുതലായിട്ടും എയർ പ്രഷർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാൽവാണ് റിലീഫ് വാൽവ് എന്നുള്ളത്. വാട്ട് ഈസ് എ സ്ലൂയിസ് വാൽവ്? സ്ലൂയിസ് വാൽവിനെ നമ്മൾ ഗേറ്റ് വാൽവ് എന്നും പറയാറുണ്ട്. അതായത് യൂഷ്വലി നമുക്ക് ഒരു ഗ്രാവിറ്റിയിൽ ഒരു ഫ്ലൂയിഡിനെ നമുക്ക് ഒഴുക്കി കളയണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒഴുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്ലൂയിസ് വാൽവാണ് ഉപയോഗിക്കുക. ഒരു ഗേറ്റ് പോലെ ആക്ട് ചെയ്യുന്ന വാൽവാണ് സ്ലൂയിസ് വാൽവ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ സ്ലൂയിസ് വാൽവുകളാണ്. നമുക്ക് ഒരു ഫ്ലൂയിഡിനെ ഒരു ഫ്ലൂയിഡിനെ പുറത്തേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലൂയിസ് വാൽവുകളാണ് ഉപയോഗിക്കുന്നത്. ഇനി വാട്ട് ഈസ് സ്കോർ വാൽവ്? ഒരു പൈപ്പ് ഫിറ്റിങ്ങിൻ്റെ ലോവർ സൈഡിൽ നിൽക്കുന്ന ഒരു വാൽവാണ് സ്കോർ വാൽവ് എന്നുള്ളത്. അതായത് നമ്മളുടെ ഫ്ലൂയിഡ് പൈപ്പിനകത്തൂടെ ഒഴുകുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലും സ്കോർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ ആ പീരിയോഡിക് ഫ്ലഷിങ്ങിന് വേണ്ടിയിട്ട് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാൽവാണ് ആക്ച്വലി സ്കോറിംഗ് വാൽവ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ടേം യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ വേസ്റ്റ് വാട്ടർ ഫ്രം ദ ബാത്റൂം, കിച്ചൺ എക്സെട്ര. ബാത്റൂമിൽ നിന്നും കിച്ചണിൽ നിന്നും വരുന്ന വേസ്റ്റ് വാട്ടറിന് പറയുന്ന പേരെന്താണ്? അതിനെ നമ്മൾ സള്ളേജ് എന്നാണ് പറയാം. ഓക്കെ. വാട്ട് ഈസ് നൈറ്റ് സോയിൽ? നൈറ്റ് സോയിൽ നമുക്കറിയാം, ടോയ്ലറ്റ് വേസ്റ്റിനെയാണ് നമ്മൾ നൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. അത് കൊണ്ടുപോകുന്ന പൈപ്പിനെയാണ് നമ്മൾ സോയിൽ പൈപ്പ് എന്ന് പറയാം. ഓക്കെ. ഇനി എന്താണ് ഈ റോ സീവേജ്, അതേപോലെ തന്നെ സെപ്റ്റിക് സീവേജ്? സീവേജുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ സീവേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, വേസ്റ്റുകളെയാണ് നമ്മൾ ആക്ച്വലി സീവേജ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ സാനിറ്ററി സീവേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡൊമസ്റ്റിക് ആയിട്ട് വരുന്ന സീവേജുകൾ, നമ്മളുടെ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്നും അതേപോലെ തന്നെ ഫാക്ടറീസിനൊക്കെ വരുന്ന ഡൊമസ്റ്റിക് സീവേജുകളെയാണ് നമ്മൾ സാനിറ്ററി സീവേജ് എന്ന് പറയാം. ഇനി റോ സീവേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന സീവേജുകൾ അൺട്രീറ്റഡ് ആണെങ്കിൽ, ട്രീറ്റ് ചെയ്യാത്തതാണെങ്കിൽ അതിന് നമ്മൾ റോ സീവേജ് എന്ന് പറയും. ഓക്കെ. ഇനി ഒരു സീവേജ് അണ്ടർഗോയിങ് ട്രീറ്റ്മെന്റിലാണെങ്കിൽ, ഇപ്പം നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സീവേജുകളെ നമ്മൾ സെപ്റ്റിക് സീവേജ് എന്നാണ് പറയുക. ഇതേപോലെ തന്നെ റെയിനി സീസണിൽ സീവറിനകത്തേക്ക് വരുന്ന സീവേജുകളെ നമ്മൾ എന്ത് പറയും? ആ ലിക്വിഡ് വേസ്റ്റിനെ നമ്മൾ പറയുന്നത് സ്റ്റോം സീവേജ് എന്നാണ്. അതായത് സ്റ്റോം കാരണം ഉണ്ടാകുന്ന സീവേജിനെ സ്റ്റോം സീവേജ് എന്ന് പറയും. സാനിറ്ററി സീവേജും അതേപോലെ തന്നെ സ്റ്റോം സീവേജും കമ്പൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കമ്പൈൻഡ് സീവേജ് എന്ന് പറയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ടു പ്രൊവൈഡ് എ കണക്ഷൻ ബിറ്റ്വീൻ ദ ഹൈ ലെവൽ ബ്രാഞ്ച് സീവർ ടു ലോ ലെവൽ മെയിൻ സീവർ വിത്ത് എ മിനിമം എമൗണ്ട് ഓഫ് ഡിസ്റ്റർബൻസസ്. ചെറിയ ഡിസ്റ്റർബൻസ് കൊണ്ട് മാത്രം എന്താണ് ഹൈ ലെവൽ ബ്രാഞ്ചിൽ നിന്ന് ഒരു ലോ ലെവൽ മെയിൻ സീവറിലേക്ക് കൊടുക്കുന്ന കണക്ഷന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ ഡ്രോപ്പ് മാൻ ഹോൾ എന്നാണ് പറയാം. ശരിക്കും നമുക്കറിയാം, മാൻ ഹോൾ എന്നുള്ളത് എന്താണ്? ആളുകൾക്ക് ഇറങ്ങി അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഭാഗത്തിനാണ് നമ്മൾ മാൻ ഹോൾ എന്ന് പറയാം. എന്നാൽ ഡ്രോപ്പ് മാൻ ഹോൾ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ഹൈ ലെവൽ ബ്രാഞ്ച് സീവറും ലോ ലെവൽ മെയിൻ സീവറും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഡ്രോപ്പ് മാൻ ഹോൾ എന്ന് പറയാം. ഇനി വാട്ട് ഈസ് എ ക്യാച്ച് ബേസിൻ? ക്യാച്ച് ബേസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിനെയൊക്കെ എന്താണ് ഒരു നിശ്ചിത ബേസിനിലേക്ക് കൊണ്ടുവന്ന് അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ശരിക്ക് സീവറിലോട്ട് കടത്തിവിടുന്നത്. അപ്പോൾ ആ കളക്ട് ചെയ്യുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ ക്യാച്ച് ബേസിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, എസ്പെഷ്യലി റോഡുകളിലൊക്കെ എന്തുണ്ടാവും? ക്യാച്ച് ബേസിൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും വെള്ളത്തിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു ക്യാരിയിങ് ഔട്ട് the biological decomposition of dissolved solids in sewage under aerobic condition at standard condition. ഡിസോൾവ്ഡ് സോളിഡ്സിനെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബയോളജിക്കലി ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എമൗണ്ട് ഓഫ് ഓക്സിജന് പറയുന്ന, അല്ലെങ്കിൽ എത്ര ഓക്സിജൻ ആവശ്യമാണ് റിക്വയർമെന്റിന്, ഓക്സിജൻ റിക്വയർമെന്റിന് പറയുന്ന പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. നമ്മളുടെ സീവേജിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന സോളിഡ്സിനെ ബയോളജിക്കലി ഡീകമ്പോസ് ചെയ്യാൻ നമുക്ക് ആവശ്യമായി വരുന്ന ഓക്സിജന്റെ എമൗണ്ടിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിനെ നമ്മൾ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നാണ് പറയാം. നമ്മൾ ഇതിനെ ഒരിക്കലും ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയരുത്. ഇറ്റ് ഈസ് ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. സോ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞത് നമ്മൾ ഡിസോൾവ് ചെയ്തിരിക്കുന്ന സോളിഡ്സിനെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബയോളജിക്കലി ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഓക്സിജൻ, അതിനെയാണ്, ആ ഓക്സിജൻ ഡിമാൻഡിനെയാണ് ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയാം. COD എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡാണ്. ഇപ്പോൾ ബയോളജിക്കൽ ഡീകമ്പോസിന് പകരം കെമിക്കലി ഡീകമ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയും.
ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡിൽ നമ്മൾ വാട്ടറിലൊക്കെ എത്രത്തോളം ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കുറിച്ചുള്ള വാല്യൂ ആണ് ശരിക്കും ഡിസോൾവ്ഡ് ഓക്സിജൻ എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ടേം is used to indicate the sludge which is obtained by settling sewage in presence of abundant oxygen. Abundant oxygenന്റെ പ്രസൻസിൽ സീവേജിന്റെ സ്ലഡ്ജിനെ നമ്മൾ അജിറ്റേറ്റ് ചെയ്യിപ്പിക്കുക. അതിൽ എന്തായിരിക്കും കംപ്ലീറ്റ് ആയിട്ടും എയറോബിക് ബാക്ടീരിയാസ് ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് വേസ്റ്റ് വിച്ച് ഫ്ലോസ് ഇൻ സീവേഴ്സ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് റെയിൻഫാൾ ഈസ് നോൺ എസ്. റെയിൻഫാളിന്റെ സമയത്ത് ഒഴുകുന്ന സീവറിനകത്തുകൂടെ ഒഴുകുന്ന ആ ലിക്വിഡ് വേസ്റ്റിന്, ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് വേസ്റ്റിന് പറയുന്ന പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. ഇതിനെ നമ്മൾ സ്റ്റോം സീവേജ് എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, പല ടൈപ്പ് ഓഫ് സീവേജുകൾ ഉണ്ടെന്ന് പറഞ്ഞു. സെപ്റ്റിക് സീവേജ് പറഞ്ഞു, സ്റ്റോം സീവേജ് പറഞ്ഞു. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സ്റ്റോം സീവേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, റെയിനി സീസണിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യും, വാട്ടർ റൺ ഓഫ് ചെയ്യും. അപ്പോൾ ഈ റൺ ഓഫ് ചെയ്യുന്ന വെള്ളം എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ക്യാച്ച് ബേസിനിലൂടെ അതെന്ത് ചെയ്യും, സീവറിനകത്തേക്ക് വരും. സോ അതിനുവേണ്ടി നമ്മൾ സെപ്പറേറ്റ് സീവേഴ്സ് ആണ് ഫോം ചെയ്യുക. അതിന് നമ്മൾ സ്റ്റോം സീവേഴ്സ് ഉണ്ടാക്കും. കാരണം ആ സമയത്ത് എന്ത് ചെയ്യും, കൂടുതലായിട്ട് വെള്ളം ഇൻലെറ്റിലൂടെ വരും. അപ്പം അങ്ങനത്തെ സീവേജുകളെ, അതായത് റെയിനി സീസണിൽ അല്ലെങ്കിൽ റെയിൻഫാൾ ഉണ്ടാകുന്ന സമയത്ത് സീവറിനകത്തുകൂടെ ഒഴുകുന്ന ലിക്വിഡ് വേസ്റ്റിൻ്റെ ആ ടോട്ടൽ ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ സ്റ്റോം സീവേജ് എന്ന് പറയുന്നത്. സെപ്റ്റിക് സീവേജ് നമ്മൾ പറഞ്ഞു, അണ്ടർഗോയിങ് ട്രീറ്റ്മെൻറ്റിലുള്ള സീവേജുകളെയാണ് നമ്മൾ സെപ്റ്റിക് സീവേജ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക, ചിലപ്പോൾ സീവേഴ്സ് ഉണ്ടാവുക. കമ്പൈൻഡ് ആയിട്ടുള്ള സിസ്റ്റംസും ഉണ്ട്. അതായത് സാനിറ്ററി സീവറിൻ്റെ കൂടെ തന്നെ സ്റ്റോം സീവറും കൂടി ഉള്ളത് ഉണ്ടാവും. അതിനെ നമ്മൾ കമ്പൈൻഡ് സീവേഴ്സ് അല്ലെങ്കിൽ കമ്പൈൻഡ് സീവറേജ് എന്ന് പറയും. കമ്പൈൻഡ് സീവേജ് എന്ന് പറയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് DO റിക്വയർഡ് ഫോർ ദ സർവൈവൽ ഓഫ് അക്വാട്ടിക് ആനിമൽസ്? അക്വാട്ടിക് ആനിമൽസിൻ്റെ സർവൈവലിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മിനിമം ഡിസോൾവ്ഡ് ഓക്സിജൻ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇത് 4 mg/L ആണ്. അക്വാട്ടിക് ലൈഫ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് 4 mg/L ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ് വെള്ളത്തിൽ ആവശ്യമായിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ലെങ്ത് ഓഫ് സർവേയേഴ്സ് ചെയിൻ ഈസ്, ഒരു സർവേയേഴ്സ് ചെയിനിൻ്റെ നീളം എത്ര എന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസർ 66 feet ആണ്. 66 feet ആണ് ഒരു സർവേയേഴ്സ് ചെയിൻ അല്ലെങ്കിൽ ഒരു ഗണ്ടേഴ്സ് ചെയിനിൻ്റെ നീളം. സർവേയേഴ്സ് ചെയിനിൽ 100 ലിങ്കുകളാണ് ഉണ്ടാവുക. ഒരു ലിങ്കിൻ്റെ ലെങ്ത് 0.66 feet ആണ്. അതേപോലെ തന്നെ റവന്യൂ ചെയിൻ ഉണ്ട് 33 feet ഉള്ളത്. 100 feet ഉള്ള എഞ്ചിനീയേഴ്സ് ചെയിൻ ഉണ്ട് അല്ലേ. 100 feet ആണ് എഞ്ചിനീയേഴ്സ് ചെയിൻ ഉണ്ടാവുക. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെട്രിക് ചെയിൻ, യൂഷ്വൽ ചെയിൻ ഉണ്ട് 30 മീറ്റർ അല്ലെങ്കിൽ 20 മീറ്ററിലുള്ള ചെയിനുകളുണ്ട്. ഓരോ ലിങ്കിൻ്റെയും ലെങ്ത് 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.